ഹായ്, ഇന്ന് നമ്മളുള്ളത് പരപ്പനങ്ങാടില്ല ഉഷാ ഗാർഡനിലാണ്. ഒരു കാലത്ത് ഫുൾ ടൈം ആളുകളും എല്ലാം നിറഞ്ഞു നിന്നതിൻ്റെ ഒരു നഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് മാറ്റങ്ങൾ ഉണ്ട്. എന്നാലും പ്ലാന്റുകൾ ഇഷ്ടത്തിന് വളരാനായിട്ട് വിട്ടൊരു നഴ്സറിയാണ് ഉഷാ ഗാർഡൻ. അവർക്ക് ഒരു ഗ്രീൻ നെറ്റ് ഇല്ല, ഗ്രീൻ ഷെയ്ഡ് ഇല്ല, ഒന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാ സ്പേസും നൽകിയിട്ട് അവരെ വളർത്താനായിട്ട് വിട്ടതാണ്. ഈ നഴ്സറിയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇത് ജെയിൻ്റ് ടെറോൻ്റെ ഒരു ഫിലോഡോണ്ടറാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിങ്ങനെ പറയട്ടെ, ഇതിൻ്റെ ഡബിൾ വലുപ്പമുണ്ടാവും. ഇതിന് ചെറിയൊരു പ്ലാന്റ് ആയിട്ടാണ്. നല്ല അടിപൊളി നല്ല വലുപ്പമുള്ള ഒരു ലീഫാണ് ഇത് കേട്ടോ. നല്ല സൈഡ് ഡോറിലൊക്കെ വെക്കാൻ പറ്റിയ, ഒരു കോർണറൊക്കെ കവർ ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ്. ഇത് ഫിലോഡോണ്ടം ബെല്ലിയേറ്റിൻ്റെ ഒരു പ്ലാന്റ് ആട്ടോ. ഇതിൻ്റെ ലീഫ് ഉണ്ട്. ഇതിങ്ങനെ ഒരു വീതി കുറഞ്ഞിട്ട് നീണ്ടു വരും. പക്ഷെ ഇതിൻ്റെ ഇതാണ് ഭംഗി കാണാൻ. ഇതിൻ്റെ തണ്ട് പ്യുവർ യെല്ലോ, ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു സാധനം. നല്ലൊരു ഓറഞ്ച് കളറായിട്ടുണ്ട് അതിൻ്റെ ലീഫ്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഒരു നാരോ ലീഫാണ് ഇത്. ഫിലോഡോണ്ടം എലിഫൻ്റ് ഇയറിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് സെയിം തന്നെയാണ്, എലിഫൻ്റ് ഇയർ മാത്രമാണ് ഫിലോഡോണ്ടത്തിൻ്റെ. ഇതെന്തുണ്ട്, ലീഫുണ്ട് ഒരു വെൽവെറ്റിൻ്റെ അതേപോലെയാണ്. വെൽവെറ്റ് ടച്ചാണ്, തൊടുമ്പോൾ തന്നെ അറിയാം. പക്ഷെ ഭയങ്കര റഫാണെങ്കിലും അല്ല, പ്യുവർ വെൽവെറ്റിൻ്റെ അതേപോലെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ഏരിയ ഫുള്ളായിട്ട് അതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് പീസ് ലില്ലി കളക്ഷനാണ് കേട്ടോ. നമ്മൾ ഈ മണലിൻ്റെയും മണ്ണിൻ്റെയൊക്കെ ഒരു പ്രത്യേകത തോന്നുന്നത്, ലീഫും ഇതൊക്കെ നല്ല വലുപ്പമുള്ളതാണ്. ഫ്ലവറും നല്ല വലുപ്പമുണ്ട്. ഇത് പ്യുവർ വൈറ്റ് അല്ല, ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. കണ്ടില്ലേ, ഒരു മോൺസ്റ്റർ പ്ലാന്റ് ഉണ്ട് ഇവിടെ. അയ്യോ, നല്ല രസം കാണാനും അറിയാം. മോശം കുഞ്ഞ് ലീഫ് വരുന്നുണ്ട്. ഒരു ക്യൂട്ടായിട്ട് കണ്ടു ലീഫ് കണ്ടില്ലേ. ഇവരൊരു 2 ആഴ്ച കൊണ്ട് വിരിഞ്ഞ് നല്ല ഗ്രീനിഷായി വരും. മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റി കണ്ടില്ലേ. അങ്ങനെ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. നല്ല ചെറിയ ലീഫാണ് കേട്ടോ. മാർബിൾ ടച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. ഗോൾഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് സ്റ്റാഗ്ലോൺ ഫാന്. നല്ല ഭംഗിയാണ്. ഇത് ഫാനിൻ്റെ രാജാവാണ്. ഏത് കളക്ഷൻ്റെ ഫാനിൻ്റെ കളക്ഷനിലെടുത്ത് എല്ലാവരും ഒരു ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു ഫാന് വാങ്ങണം എന്ന്. കണ്ടില്ല, എന്തൊരു ഭംഗിയാണ്. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആട്ടോ. നല്ല റേറ്റ് ഉണ്ട്. ഇത് മോൺസ്റ്ററിൻ്റെ ഒരു പുതിയ പ്ലാന്റ് ആട്ടോ. അത് വെരിഗേറ്റഡ് വരുന്ന സ്പ്ലീറ്റ് ലീഫിൻ്റെ ഒരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ, നല്ല വെരിഗേഷൻ വരുന്നതാണ്. ഇനി കുറച്ച് പ്ലാന്റുകളുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. മോസ്റ്റിൻ്റെ അതേ തന്നെയാണ്. ഷൈമിൽ വെരിഗേഷൻ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു യെല്ലോ ടച്ചാണ് വരുന്നത്. ഇത് ആന്തൂരിയ ഡെസിക്കാബിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. ഇത് ലീഫ് ഞാരുമായിട്ട് നല്ല നീളത്തിൽ വരും. ഏകദേശം ഒരു 1/2 മീറ്ററോളം നീളത്തിൽ വരുന്നുണ്ട്. പക്ഷെ അതിലും നീളം കൂടിയ ലീഫാണ് കേട്ടോ. പക്ഷെ നല്ല ഡാർക്ക് ഗ്രീനാണ്. അതിൻ്റെ സീഡ്സ് ഉണ്ട്. ഇതിന് എങ്ങനെ സംഭവം ആവുമെന്ന് അറിയില്ല. കണ്ടില്ലേ, നല്ല പാകമായ സീഡ്സ് ഉണ്ട്. ഇത് മുളപ്പിച്ച് നോക്കി ചിലപ്പോൾ പ്ലാന്റ് കിട്ടുമായിരിക്കും. നല്ലതാ. ഇതൊക്കെ എൻ്റെ സീഡ്സുകളാണ്. ഇതിനി ഉണക്കിയാൽ എൻ്റെ ഇത് പ്ലാന്റ് കിട്ടും. ആന്തൂരിയ ഹുക്കേറിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. കുറേ പ്ലാന്റ് ഉണ്ട്. അങ്ങനെ നല്ല ഭംഗിയെ കാണാൻ. ഇതിന് സീഡ്സൊക്കെ വന്നിട്ടുണ്ട്. ഹുക്കേറിക്ക് നമ്മൾ ഇതെടുത്തിട്ട് ഇതിനുള്ളിൽ ഉണ്ടാവും ഒരു ബ്ലാക്ക് സീഡ് ഉണ്ടാവും. അതെടുത്തിട്ട് മുളപ്പിച്ചാൽ മതി. ഇതിൻ്റെ നല്ല തയ്യാൾ കിട്ടും. ഫിലോഡോണ്ടത്തിൻ്റെ വേറൊരു കണ്ടില്ലേ, റൗണ്ട് ലീഫായിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത, ഈ കടലിൻ്റെ അടുത്തായിട്ട് മണലും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടിങ്ങാണ് ഉള്ളത്. ഇവരിന് ആട്ടിൻകാഷ്ടം മാത്രമാണ് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ഫെർട്ടിലൈസറും കൊടുക്കണില്ല. കാരണം അതുപോലെ അലോക്കേഷ്യ ഉണ്ട്. അലോക്കേഷ്യ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അതൊക്കെ എൻ്റെ അലോക്കേഷൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ഫിലോഡോണ്ടത്തിൻ്റെ സെബ്രിയ പ്ലാന്റ് ഉണ്ട്. ഇവിടെ സെബ്രിയൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ഇതാണ് സെബ്രിയ. അതിൻ്റെ
അപ്പം നമ്മളെ പാമ്പിൻ്റെ സ്കിന്നിൻ്റെ പോലെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇത് ഫിലോഡോണ്ടത്തിൻ്റെ ട്രീ ഫിലോഡോണ്ടറാണ് കേട്ടോ. ഇതിന് ഇഷ്ടം പോലെ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. കണ്ടില്ലേ, ഫ്ലവർ കാണാൻ അത്രക്കൊന്നും ഭംഗിയില്ലെങ്കിലും നിറയെ ഫ്ലവർ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ട്, ഒക്കെ ഫ്ലവറാട്ടോ. ഇത് ലീഫിനാണ് ഭംഗി. ലീഫ് കണ്ട നല്ല രസമാണ്. ഇത് ഫുള്ള് 2 സൈഡും അഗ്ലോണിമായിട്ടാണ്. അഗ്ലോണിമൻ്റെ കുറേ കളക്ഷൻസാണുണ്ട്, എല്ലാ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ സെയിലിനായിട്ട് സെറ്റാക്കിയിട്ടതാണ്. അഗ്ലോണിമ ഒരു കാലത്ത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇപ്പോൾ വേറെ പ്ലാന്റാണ് എല്ലാവർക്കും. ഇപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട്. ഇതൊക്കെ അഗ്ലോണിമൻ്റെ കളക്ഷൻസാണ്. സിങ്കോണിയത്തിൻ്റെ ഒരു പ്ലാന്റ് കേട്ടോ. സിങ്കോണിയം വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന പ്ലാന്റാണ്. നല്ല രസമുണ്ട് കാണാം അല്ലേ, അടിപൊളിയാണ്. ഇത് ഫിലോഡോണ്ടത്തിൻ്റെ ബുസാർഡ് പ്ലാന്റ് ആട്ടോ. അതിൻ്റെ ചെറിയ പ്ലാന്റും ഉണ്ട്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. നല്ല ഭംഗിയാണ് കാണാൻ. അത്രയും വെരിഗേഷൻ കയറി വന്ന സാധനമാണ്. പക്ഷെ ഇത് നോക്കി ഗ്രീന് കൂടിയതുണ്ട്, അതുപോലെ തന്നെ അതിൽ ചെറിയ ലീഫാണെങ്കിലും ഇതിപ്പോൾ വൈറ്റാണ് കൂടുതൽ. ഓരോ ലീഫും ഓരോ ഡിസൈനായിട്ടാണ് വരുന്നത്. റോസൊക്കെ ഈ ചുമരുമ്പോൾ ഫുള്ളായിട്ട് കയറി പിടിച്ചിരിക്കുകയാണ്. മോൺസ്റ്ററിൻ്റെ ദുബിയ പ്ലാന്റ് കണ്ടില്ലേ, ഇതാണ് ശരിക്കും പറ്റി പിടിക്കാനാണ്. ഇതാണ് പറ്റി പിടിക്കുക കേട്ടോ. ലീഫ് വരെ നമ്മൾ ചുമരിൽ പറ്റി പിടിച്ചാണ് കിടക്കുന്നത്. ഇതിൻ്റെ വെരിഗേഷനിലാണ്. ഇതൊക്കെ നമ്മൾ പോത്തോസിൻ്റെ പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ ദുബിയൻ്റെ വേറെ പ്ലാന്റ് ഉണ്ടില്ലേ, ഫുൾ ഗ്രീനായിട്ട് കണ്ട, ഫുള്ള് ഇതാണ് പറ്റി പിടിക്കാൻ. ഇത് ചുമരുമ്പോൾ പറ്റി ലീഫ് വരെ ഇതിൽ ഇഷ്ടിക്കുമ്പോൾ പറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇഷ്ടികായിട്ടാണ് ഇത്ര കൂളായിട്ട് കയറി നിൽക്കേണ്ടത്. ഇത് മോൺസ്റ്ററിൻ്റെ വെരിഗേറ്റഡാണ്. മോൺസ്റ്റർ ആൽബം ആണ്. വൈറ്റും ഗ്രീനും ആയിട്ട് മിക്സ് ചെയ്ത് തരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഫിലോഡോണ്ടത്തിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ടാണ്. നല്ല ഭംഗിയിൽ കാണാം. ഇതിലൊക്കെ വെരിഗേഷനിലാണ്. നല്ല ഇതിൽ പലതും പല വെരിഗേഷൻ ഉണ്ട്. ഒരു പ്ലാന്റിൽ തന്നെ വെരിഗേഷൻ ഉള്ളതും വെരിഗേഷൻ ഇല്ലാത്തതുണ്ട്. കണ്ടില്ല, നല്ല രസമാണ് കാണാൻ. എൻ്റെ കുഞ്ഞു പ്ലാന്റും ഉണ്ട്. നല്ല രസമാണ് കാണാൻ. താന്തൂരത്തിൻ്റെ നോർമൽ വെറൈറ്റിയാണ്, പഴയ വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഫ്ലവറിൻ്റെ വലുപ്പം കണ്ടില്ല, ഒരു കൈ വലുപ്പമുണ്ട്. ഇതൊരു ലൈറ്റ് പീച്ചാണ്. അതിൻ്റെ തന്നെ റെഡ് ഉണ്ട്. റെഡ് കൂടുതൽ നമ്മളെ പീച്ച് വെറൈറ്റിയാണ് കൂടുതലുള്ളത്. ഇതിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗി കാണാം കേട്ടോ. ഇത്രയും വലുപ്പമാണ്, ഒരു കൈൻ്റെ വലുപ്പമുണ്ട്. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇതാണിത്, മൊട്ടാണ്, പിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ലൈറ്റ് പീച്ചാട്ടോ. ലൈറ്റ് പീച്ച് ഇതിൻ്റെ നല്ല വൈറ്റും ലാസ്റ്റ് വരുന്നത് യെല്ലോ ആണ് വരുന്നത്. ലൈറ്റ് പീച്ച് ഇവിടെ ഉണ്ട്. ഇതിനാണ് വലിയ പിങ്ക് വെറൈറ്റിന് നല്ല വലിയ വലുതുണ്ട്. ഇത് കണ്ടില്ലേ, അടിപൊളിയാണ്. പക്ഷെ ഇതാണ് മാഷാഅല്ലാഹ് അടിപൊളി. ഇത് വലുപ്പമുണ്ടാക്കിയ ഫ്ലവർ നല്ല അടിപൊളി ഫ്ലവറാണ്, നല്ല വലുപ്പമുള്ള. ഇത് റെഡാണ്. റെഡ് ഇതിൻ്റെ ഫ്ലവർ കണ്ടു നല്ല വലുപ്പമാണ്. ഇതിപ്പോഴത്തെ ഇതിലത്തെ ഫ്ലവറിൻ്റെ പ്രത്യേകത വലുപ്പം കൂടുതലാട്ടോ. ഇവിടെയൊക്കെ നിറയെ ഉണ്ട്. ഇതല്ലേ, ഇതാണ് ഇവിടെ. പക്ഷെ ഇതിൻ്റെ ലീഫ് തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. ലീഫ് ഭയങ്കര ഷൈനിങ് ഉള്ളതാണ്, നല്ല ഷൈനിങ് ഉണ്ട്. പക്ഷെ ഫ്ലവർ അത്ര ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ. അല്ലേ, പ്യൂർ റെഡാണ്, നമ്മളെ ബ്ലഡിൻ്റെ റെഡാട്ടോ. അത്രയും റെഡാണ്. ഇതൊക്കെയാണ് ഉഷാ ഗാർഡനിലെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരൂല. കാരണം അത്രയും ഏരിയ ഉണ്ട്, അത്രയും കണ്ട് തീരൂല. അത്രയും ഭംഗിയുള്ള പ്ലാന്റുകൾ ഇഷ്ടത്തിന് വളരാൻ വിട്ടൊരു നഴ്സറിയാണ് ഉഷാ ഗാർഡൻ. അപ്പൊ അടുത്തതായിട്ട് വേറെ നഴ്സറിയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നിലെത്തുന്നതാണ്. ബൈ.